ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈസ് ദ ഗൈഡ്. പുള്ളി ഉറങ്ങിപ്പോയി. പുള്ളിയായിരുന്നു ഞങ്ങളെ ഗൈഡ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്ന്. പുള്ളിയായിട്ട് कासा का है? यही है. किबर का है? किबर यहाँ से आगे जाना पड़ेगा. अच्छा, इधर से जाना. ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ മോണസ്ട്രിക്കകത്തോട്ട് കയറുകയാണ്. ഇതാണ് ഇവിടുത്തെ ഗേറ്റ് മോണസ്ട്രിയുടെ. ഇതിൻ്റെ ഹിസ്റ്ററി ഇവിടെ ഉണ്ട്. ഡങ്കർ മോണസ്ട്രി. നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് വായിച്ച് നോക്കിയാൽ മതി. അത് നമുക്ക് ഡീറ്റെയിൽ കിട്ടും. ഓക്കെ. അപ്പോൾ മോണസ്ട്രിക്ക് ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല. ഞങ്ങൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ സൈഡിലാണ് ഇപ്പോൾ പോകുന്നത്. അതെല്ലാം 365 ഡേയ്സും മഞ്ഞുണ്ടാകുന്ന മലകളാണ് കാണുന്നത്. ഇത് 1000 വർഷം പഴയ മോണസ്ട്രിയാണ്. ഇത് പാറയാണോ മണ്ണാണ്? മണ്ണിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ വലിയ സൗണ്ടിൽ സംസാരിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കേറിപ്പോയാൽ പിന്നെ ഇറങ്ങി വരുന്നു ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേറി. ഓ മൈ ഗോഡ്, വ്യൂ കണ്ടോ? മതി ഒഴിവൊന്നും നല്ല കാറ്റടിക്കുന്നുണ്ട്. ഹിന്ദിയിൽ പറയും മേഹനത് കാ ഫൽ മീഠാ ഹോത്താ എന്ന് വെച്ചാൽ പ്രയത്നിച്ച് കിട്ടുന്നത് രുചി കൂടുമെന്ന്. ശരിയാണ്. ഇത്രയും നടന്നു വന്നോണ്ട് ശ്വാസം മുട്ടുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ് യാർ. ഇനി ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ടേ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ ഇവിടെ രാജാവിൻ്റെ ഭരണമായിരുന്നു പണ്ട് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രാജാവ് ഇവിടെ നിന്ന് പോവുകയും ഇപ്പോൾ ഗവൺമെൻറ്റാണ് ഈ ലാൻഡും കാര്യങ്ങളും എല്ലാം നോക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവരുടെ പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ നടക്കുന്നത്. ഇതാണ് ശരിക്കും റിയലായിട്ടുള്ള മോണസ്ട്രി. ഇതാണ് എൻ്റെ പുറകിൽ കാണുന്നതാണ്. ഇതിന് ആക്ച്വലി നമുക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളെന്തായാലും പോകുന്നുണ്ട്. അവിടെ ഫോട്ടോ എടുക്കൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് എടുക്കുന്നില്ല. എന്തിനാണ് നമ്മൾ നിയമത്തിന് അഗൻസ്റ്റായിട്ടൊന്നും ചെയ്യരുത്. അവരുടെ ഒരു വിശ്വാസമല്ല. അതിനെന്തിനാണ് നമ്മൾ ഹാനിക്കുന്നത്. പിന്നെ അവർ ഈ ടൂറിസ്റ്റുകൾ വരുന്നതിനെയൊക്കെ പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ വാതിൽ വരെ നിങ്ങൾ കൂടെ വരിക. അത് കഴിഞ്ഞ് ഞാൻ പോയി കണ്ടിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയിരുന്നു. ഈ മോണസ്ട്രി ശരിക്കും പഴയ ഓൾഡ് മോണസ്ട്രിയാണ്. ഇതാണ് 1000 വർഷം പഴക്കമുള്ള മോണസ്ട്രി. ആൻഡ് വൺ മോർ മോണസ്ട്രി അവിടെ എൻ്റെ പുറകിൽ കാണുന്നുണ്ട്. ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മോണസ്ട്രി കാണാൻ പറ്റും, പുതിയത്. അവിടെയാണ് ലാമാസും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകുമ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ടുണ്ട്. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഡങ്കർ ലേക്ക് കാണേണ്ട സ്ഥലമാണ്. വളരെ റെയറായിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടു. ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഗൈഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈസ് ദ ഗൈഡ്. പുള്ളി ഉറങ്ങിപ്പോയി. പ്ലസിനെ എല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ക്യാരി ചെയ്യുക, ഭക്ഷണ സാധനം എന്തെങ്കിലും ക്യാരി ചെയ്യുക, എന്നിട്ട് അതിന് കൊടുക്കുക. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞങ്ങൾ താഴ്ചെന്നിട്ട് അതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എൻ്റെ യാത്രയിലെ ഏറ്റവും ഏറ്റവും സന്തോഷകരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ സ്ഥലം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പം നിങ്ങളും എൻജോയ് ചെയ്യുക. അപ്പം വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ്, കണ്ടാ? ഇത് വൈൽഡ് ഹോഴ്സ് ആണ് കേട്ടോ. കാട്ടുകുതിരകൾ നല്ല എൻജോയ് ചെയ്ത് ആ മലയുടെ മുകളിലോട്ട് കയറി പോവാണ്. ഓഹോ.
welcome to the another episode of Countries and Kilometers, and we are leaving to Khasa right now. ഇതാണ് ഞങ്ങളുടെ ബസ് ബഡി. ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഖാസയിലേക്ക് തിരിക്കുകയാണ്. ഇവിടുന്ന് 2 വഴിയുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഒന്ന് മലമുകളിലൂടെ പോകണം, കുറച്ച് ഓഫ് റോഡ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് 4 കിലോമീറ്റർ അത് കുറവായിരിക്കും. സോ വി ആർ തിങ്കിങ് ടു ഗോ ഓൺ ദാറ്റ് വേ. അരേ യാർ, ഹാൻഡിലൊക്കെ നല്ല ചൂടായി. അപ്പൊ അങ്ങനെ ധങ്കാർ മോണസ്ട്രിയിൽ നിന്നും ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ധങ്കാർ വില്ലേജിൽ നിന്നും. ഞങ്ങൾ ഇവിടെ ശരിക്കും തങ്ങാൻ വന്നതല്ലായിരുന്നു, ഞങ്ങളിവിടെ ജസ്റ്റ് കാണാൻ വന്നതാണ്. ബട്ട് സിറ്റുവേഷൻസ് ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തി. കാരണം അമ്മാതിരി കാഴ്ചകളായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കാണാൻ ഉണ്ടായിരുന്നത്. നേരെ കാസയിലേക്ക്. കാസ ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. കാസ ഇവിടുന്ന് 20 കിലോമീറ്റർ 30 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക, ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് തരിക. എത്ര സപ്പോർട്ട് തരുന്നോ അത്രയും വീഡിയോസ്. നിങ്ങൾ ചിന്തിക്കും ഞാനിപ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കുന്ന ഈ ഓഫ് റോഡ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം. പക്ഷെ ഇതെല്ലാം കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക്, ചിലപ്പോൾ അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡെവലപ്പ് ആയിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ പണ്ട് ഇവിടെ റോഡില്ലായിരുന്നു, റോഡെന്ന് പറയുന്ന സംഭവമില്ലായിരുന്നു. വൺസ് ചൈന ഇവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച എല്ലാവർക്കും അറിയാം. ഒരു 8 വർഷത്തിന് മുന്നേ ചൈനയുടെ അധിനിവേശം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് ബോർഡർ റോഡ് ഓർഗനൈസേഷനെ കൊണ്ടുവന്ന് ഇവിടെ കംപ്ലീറ്റ് ഇവർ റോഡ് പണിയിപ്പിച്ചു. പിന്നെ അതുപോലെ ഇവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. അത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മളിങ്ങനെ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ നമുക്കാണ് ആൾക്കാർ ചുമ്മാതെ ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് അടുത്ത വില്ലേജിൽ പോവും. എന്നിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് നെക്സ്റ്റ് ഡേ തിരിച്ചു വരും. അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ആൾക്കാർ ഇങ്ങനെ കയറും. അതെന്താന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ആക്ച്വലി ആളില്ലാത്ത കാരണം സ്റ്റോപ്പ് ചെയ്യാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് തീരുമാനമെടുത്തു, ഡെയിലി ഇത്ര പേര് നമ്മൾ ട്രാവൽ ചെയ്യുമെന്നും പറഞ്ഞ്. അങ്ങനെ അവർ വെറുതെ ട്രാവൽ ചെയ്യുവാണ്. ഇല്ലെങ്കിൽ ഇത് ബസ് റൂട്ട് ഇവിടുത്തെ സ്റ്റോപ്പായി പോകും. കാരണം ഇങ്ങോട്ടും ആരും വരാനൊന്നുമില്ല. ആകെ എത്ര 82 ഫാമിലിയോ അതോ 18 ഫാമിലിയോ, അത് ഞാൻ കൺഫേം ചെയ്ത് നിങ്ങൾക്ക് പറയാം. അത്രയും കണ്ടേ ഉള്ളൂ. ഇവിടെ 13 ഫാമിലി എങ്ങാണ്ടേ ഉള്ളൂ തോന്നുന്നു. ഇവിടെ പിന്നെ മഴയൊന്നും ഉണ്ടാകാറില്ല. വൺസ് മഴ വന്നാലും റോഡെല്ലാം ബ്ലോക്കും ആവും. കാരണം ഈ ഗ്രാവൽസ് മുകളിലുള്ള എല്ലാം വലിച്ചിങ്ങ് താഴെ കൊണ്ടുവരും. ടാബോയ്ക്കും കാസയ്ക്കും ഇടയിലാണ് ധങ്കാർ വരുന്നത്. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം, വർത്താണ്. ഓഫ് റോഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് റോഡ് എത്തിയിട്ടുണ്ട്. താഴെ കാണുന്ന റോഡാണ്. ഇത് ടാർ ചെയ്ത റോഡായിട്ടുണ്ട്. സമയം ഇപ്പോൾ 1:47 ഡങ്കറിന്ന് ഞങ്ങളൊരു 11.6 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ബോർഡുണ്ട്. ഒന്ന് പിൻവാലി, അത് മുകളിലോട്ടാണ്. പിന്നെ സുംഡോ, പിന്നെ കാസ. നമ്മൾ കാസ റൂട്ടിലേക്ക് പോവുകയാണ്. ഇബ്ബർ എന്ന് പറയുന്ന ഒരു വില്ലേജ്, ഇവിടെ ഒരു മോണസ്ട്രി ഉണ്ട്. അവിടെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഹെലികോപ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ആർമി ക്യാമ്പോ എന്തെങ്കിലും കാണും. അവിടെ ആ വയലിനുള്ളിലായിട്ട് ഹോം സ്റ്റേസ്, മറ്റേ ടെന്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. ആ ദൂരെ കണ്ടോ മലമുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ മഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടും. ഓ മൈ ഗോഡ്, ഇവിടുത്തെ ഹോം സ്റ്റേ ഒക്കെ പൊളപ്പനാണ് കേട്ടോ. ഹോം സ്റ്റേ ഹോട്ടലും അല്ല, അടിപൊളിയാണ്. കാസ
I think it's Casa. कासा कासा कितनी रास्ता है वो? हाँ तो कहाँ लेगा? एक मिनट, कासा कहाँ है? यही है। किबर कहाँ है? किबर यहाँ से आगे जाना पड़ेगा। अच्छा इधर से जाना है। आगे जाओ, आगे बोर्ड आएगा, दिख जाएगा। ओके कासा में। जाना है तुझे? अच्छा कासा मार्केट है। काजा का मार्केट ये है। हाँ किबर जाना है तो ऊपर से जाना। कितना दूर है? किबर होगा यहाँ से कम 32-33 किलोमीटर। अच्छा 33 കിലോമീറ്റർ है। ഓക്കെ ഫൈൻ ഫൈൻ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്ക് വന്നാൽ ഞങ്ങൾ കാസയിലെത്തി. കിബർ ഇവിടുന്ന് ഇനി ഒരു 35 കിലോമീറ്റർ മുകളിൽ. ഇവിടെ ഒരു സ്റ്റേ നോക്കട്ടെ, ഇവിടെ നല്ല സ്റ്റേ എവിടെയെങ്കിലും കിട്ടുമോ നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വഴി മാർക്കറ്റിൽ നിന്നും കറങ്ങി ഇതിലെ വഴി മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് മുകളിലോട്ട് പോയാൽ കിബറാണ്. കിബർ എവിടെ ഒരു ഹോസ്റ്റൽ കാണുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് സ്റ്റേ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്റ്റേ അവിടെ കിട്ടിയാൽ രസമായിരിക്കും, കാരണം നല്ല ഗ്രീനറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. സോ ലെറ്റ്സ് ട്രൈ ഫോർ ദ സ്റ്റേ. ടെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെന്നകത്ത് നല്ല ചൂടായിരിക്കും. ഇവിടെ നല്ല വെയിലുണ്ട്. സിംഗിൾ ടെന്റും ഉണ്ട്, പിന്നെ വലിയ വലിയ ടെന്റുകളും ഉണ്ട്. ഞങ്ങൾ റൂം കിട്ടുമോ നോക്കട്ടെ, കാരണം നമുക്ക് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും പിന്നെ കംഫർട്ട് ആയിരിക്കണം. റൂം കിട്ടും, കാരണം ഇഷ്ടംപോലെ റൂം അവിടെ നേണ്ട കൂട്ടിയിട്ടിട്ടുണ്ട്. മേ ബി ബുക്കിംഗ് ആയിട്ടുണ്ടാവും. ബുക്കിംഗ് ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നോക്കട്ടെ. ഇവിടെ ഇവർ പറയുന്ന ടെന്റും അവൈലബിൾ, പിന്നെ പാർക്കിംഗ് ഇവിടെയാണ്. ഇവിടെ അടുത്ത് വേറെ സ്റ്റേ കാണുന്നുണ്ട്, ഹിമിയാക്ക് ഹൗസ് എന്ന് പറഞ്ഞ്. അവിടെ നമുക്ക് റൂം കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ചെറിയ ചെറിയ വീടുകളാണ്. लगेज इधर। हाँ हाँ भैया लगेज लेके आने के लिए कोई मिलेगा? ओके नो स्मोकिंग नो ड्रग पार्टिंग अलाउड ऑन फ्यूल AC available है इधर. Yeah here is the board, switch off AC and lights when leaving the room. हाँ हाँ oh my god व्यू भी अच्छा है. ഗുഡ് ഗുഡ് വുഡ് തന്നെ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ റൂം കണ്ടുപിടിച്ചു. 2500 രൂപയാണ് വാടക പറയുന്നത്. അപ്പോൾ അവിടെ കണ്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തോ ആർമിയുടെ സംതിങ് ഉണ്ട്, അന്വേഷിച്ചിട്ട് ഞാൻ പറയാം.